ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഞാൻ രാവിലത്തെ കുറച്ച് പരിപാടികളാട്ടോ. അപ്പോൾ രാവിലെ വർക്കിന് പോകുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. എപ്പോഴും അതുതന്നെയാണ് നമ്മൾ വർക്കിന് പോകുന്നതിന് മുന്നേ ചെയ്യുന്നത്. എന്തായാലും അടുക്കളയിലായിരിക്കും അല്ലേ, ആ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ വന്നപാട് റേഡിയോ ഓൺ ചെയ്യട്ടോ. എനിക്ക് കുറച്ചൊന്നും ഇഷ്ടമാണ് പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാവിലെ മറ്റേ പാട്ടൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ലൈറ്റായിട്ടുള്ള ഭക്തിഗാനോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വെക്കും കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്ക് കറിയായിരുന്നു കേട്ടോ. ഉണക്ക് ഞാനത് തിളപ്പിക്കുക ചെയ്യുന്നത്. പിന്നെ കൂട്ടുകറിയാക്കാൻ വേണ്ടിയിട്ട് കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ആ കടല കുക്കറിലിട്ട് വേവിക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ കായും ചേനയൊക്കെ ഞാൻ ഇന്നലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരി കഴുകിയിട്ടിട്ട് അതിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ചൊഴിക്കട്ടോ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം തിളപ്പിച്ചൊഴിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതിലേക്ക് ഒഴിച്ചിട്ട് 2 വിസിൽ ഒഴിക്കുന്നവരെ വേവിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കുക്കറിൽ ചോറ് വെക്കാറ്. എൻ്റെ കുക്കറിൻ്റെ പൊടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലോണം പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേ നിന്ന് പ്രഷർ പുറത്തേക്ക് വരും. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഇടുന്നത്. ഇല്ലേ രണ്ടാമത് പ്രഷറൊക്കെ പോയി അത് ബെൽറ്റൊക്കെ ഊരി വാഷൊക്കെ ഊരി അഗെയിൻ അത് ഇടുകട്ടോ ചെയ്യുന്നത്. അപ്പം വാഷ് മോശമായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതാക്കണ്ട പാട്ട് എനിക്കിഷ്ടമില്ലാത്ത ഞാൻ മാറ്റുന്നതാണ്. വേറെ പാട്ട് വന്നപ്പോൾ മാറ്റാട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഉണക്കറി ഉണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഉണക്കറിയും അതുപോലെ കൂട്ടുകറിയും വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ദോശക്ക് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശക്കായാലും ഉണക്കറി കൂട്ടാമെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ദോശയും ആക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ദോശയിൽ ഇതാ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട്. നമ്മളെ ഉഴുന്ന് ദോശ കേട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശ ശരിക്കും പറഞ്ഞാൽ ക്രിസ്പിയായിട്ട് ആക്കുന്ന രസം. പക്ഷേ എല്ലാവരും ക്രിസ്പിയായിട്ട് കഴിക്കുമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഒരു പൊടിക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്, ദോശയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കറി ഉള്ളതുകൊണ്ട് ഉണക്കറി ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഇതൊന്നും ഞാൻ എത്ര സമയം ഇങ്ങനെ ആക്കുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഇളക്കിയാൽ മാത്രമേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചു. പിന്നെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അത് ഞാൻ ഇന്നലെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിരകേണ്ട ആവശ്യമില്ല. പിന്നെ കറിക്ക് ഞാൻ ഇത് മാത്രമല്ലാണ്ട് അത് ഉണക്കറി മാത്രമല്ലാണ്ട് ദോശക്ക് ഇച്ചിരി ചമ്മന്തിയും കൂടി ആക്കുന്നുണ്ട്. ചമ്മന്തി അല്ല, കറിയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകറി ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ വെജിറ്റബിളൊക്കെ ഇട്ട് ഇതിൽ വേവിച്ച് പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കായും ചേന ഇട്ടിട്ട് വെള്ളം ഇച്ചിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് വിസിലടിച്ച് വേവുന്നേരം വെയിറ്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളിലൊന്നും കേട്ടോ കൂട്ടുകറി, അവിയൽ, ഓലനൊന്നും നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കൂട്ടും കുഴപ്പമില്ല. സാമ്പാർ, ദെൻ പപ്പട, ഈ മറ്റേ നമ്മൾ കല്യാണത്തിൻ്റെ ആ ഒരു കഴിച്ചിട്ടില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകറിയൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ പിന്നെ കുറേ കറികളുണ്ടാവും, പച്ചടി, കിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കറികളുണ്ടാവും, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് ക്രഷ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ജീരകം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. പിന്നെ ഞാൻ വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യാറുണ്ട്, ഇപ്പോൾ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് ചൂടാക്കുന്ന കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് വെള്ളം ചൂടാക്കുന്നത് ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ചു മുട്ട നമുക്ക് വേവിച്ച് മറ്റേ ഇലക്ട്രിക്കിൽ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ വെച്ച് വേണ്ട 2 മുട്ടയല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടെടുത്തു. ബട്ട് മക്കൾ കൊണ്ടുപോയാലും പറഞ്ഞു ഉള്ളു വെന്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വിഷമമായി കേട്ടോ. വലിയ ആളൊന്നും ഉള്ളു വെന്തില്ലെങ്കിൽ കഴിക്കുക പോലും ചെയ്യില്ല. അതായത് ഈ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ടിയായിരുന്നു രാവിലെ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട പുഴുങ്ങിയിട്ട്. പക്ഷെ ഉള്ളൊന്നും വേവാത്തതുകൊണ്ട് കഴിച്ചില്ല. പക്ഷെ ചെറിയാൾക്ക് പിന്നെ അതൊന്നും വലിയ പ്രശ്നമില്ല, മുട്ട എന്ന് പറഞ്ഞാൽ കഴിച്ചോളും. പിന്നെ ഇതൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, ഓംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത ശേഷം അതിലേക്ക് മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ഇപ്പം ആക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയല്ല എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് തോന്നി. എല്ലാ മസാലയും കൂടി ഒരുമിച്ച് ഇതുപോലെ ചോപ്പറിൽ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട്. പക്ഷെ നല്ല വൃത്തിക്ക് കഴുകി വെക്കണമൊക്കെ ഒന്നാവാണ്ട്, കാരണം മുട്ടേൻ്റെ സ്മെല്ലടിക്കുമല്ലോ.
അപ്പോൾ 2 മുട്ടയാണെങ്കിലും 3 ഓംപ്ലേറ്റ് ആക്കണം. അതായത് ഒന്ന് ഹസ്ബൻഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഒന്ന് എനിക്കും മക്കൾക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് 2 ട്രിപ്പായിട്ടാട്ടോ ആക്കുന്നത്. ഒന്ന് വലുതാടോ ആക്കി വെക്കും, രണ്ടാമത് ഞാൻ നെക്സ്റ്റ് ആക്കാട്ടോ ചെയ്യുന്നത്. അപ്പം മുട്ട അത് അവിടെ വേവുന്നുമുണ്ട്. പിന്നെ മക്കൾക്ക് ചെറിയ പീസേ കൊടുക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി മുട്ട അവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത് കഴിച്ചില്ല എന്നുള്ളത് പിന്നെയാണല്ലോ എനിക്ക് മനസ്സിലായത്. അപ്പം കൂട്ടുകറിയും പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഞാൻ കൂട്ടുകറി ഉള്ളതുകൊണ്ട് തോരനൊന്നും ആക്കാതെന്നില്ല കേട്ടോ. തോരനാക്കാതെന്ന എന്താ പണിയല്ലേ, രാവിലെ എഴുന്നേറ്റ് എന്നും പണി തന്നെ. എപ്പോഴും എന്താ ചിന്തിക്കുക, നാളെ എന്താക്കുക. പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അതാക്കാനുള്ള തിരക്ക്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുക, പണിയെടുക്കുക, വർക്കിന് പോവുക, തിരിച്ച് വരിക, പണിയെടുക്കുക, കിടക്കുക, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക, പണിയെടുക്കുക. ഇതന്നെ പരിപാടികളല്ലേ. ഒരു മാറ്റമില്ലാത്ത ഡേ ഇൻ മൈ ലൈഫ്. എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ ഡേ ഇൻ മൈ ലൈഫിന്? അത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഫുഡാക്കുന്നുണ്ട്, വെറൈറ്റി അല്ലെങ്കിലും ഫുഡ് എന്താണ്, ഒരു ദിവസം ഒന്ന്, പിറ്റേ ദിവസം വേറെ ഒന്ന്, അങ്ങനെയാക്കും. മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ അതേ സെയിം സാധനം തന്നെ ആക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ കുറേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് മീൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 1 വീക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നില്ല. ബട്ട് കറിയൊക്കെ ബാക്കിയുണ്ടാകും, ഞാൻ കളയാറില്ല കേട്ടോ. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടിയാൽ നമുക്കൊരു ചടപ്പ് തോന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ കേട്ടോ കൂട്ടുന്നത്. പിന്നെ എൻ്റെ കുരുമുളക് പൊടി തീർന്നു. അപ്പോൾ പൊടിക്കുന്ന സാധനം എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഇതുപോലെ കുത്തി പൊട്ടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയ പോലെ തോന്നി. എന്നാലും എത്രയോ സമയം കുത്തി, അയ്യോ ഇതെന്താ പൊടിയാത്തേ എന്നുള്ളതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകറി ആകുമ്പോൾ ലാസ്റ്റ് കുരുമുളക് ഇട്ടില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടുകറി ആക്കുമ്പോഴേ, കണ്ണൂരുകാർ കൂട്ടുകറി ആക്കുമ്പോൾ അതിൽ മധുരമൊന്നും ഇടില്ല. പക്ഷെ ഇങ്ങോട്ട് കോഴിക്കോടുകാർ കൂട്ടുകറി ആക്കുമ്പോഴേ അതിൽ വെല്ലിടുന്നില്ല. അത് പിന്നെയാണ് പറഞ്ഞത്. അതായത് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി അവർ കൂട്ടുകാർ പറഞ്ഞു ഇതിൽ വെല്ലിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങളങ്ങോട്ട് വെല്ലിടില്ല എന്ന് പറഞ്ഞു. അതെയല്ലേ. പക്ഷേ എങ്കിൽ ഇങ്ങോട്ട് വെല്ലിട്ടിട്ടാണ് ആക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം ആക്കുമ്പോൾ ഒന്നിച്ചിരി പീസ് വെല്ലം ഇട്ടിട്ടാക്കി നോക്കണം, എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ കുത്തി ഞാൻ മടുത്ത്. കാരണം പൊടിച്ചാൽ മതി എന്ന് ചില സമയം തോന്നും, പക്ഷെ ഇച്ചിരി മാത്രം ആയതുകൊണ്ട് വലിയ ജാറിൽ പൊടിക്കുമ്പം അതിന് പറ്റാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ കുത്തി പണ്ടാരെടുക്കുന്നത്. അപ്പം ഓംപ്ലേറ്റ് ആക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയുണ്ട്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചെറിയാളെ കുളിപ്പിക്കാൻ പോകണം, ചെറിയാളെ റെഡിയാക്കണം, ചെറിയൊക്കെ ഫുഡ് കൊടുക്കണം, വലിയ വിളിക്കണം. അത് വലിയ ടാസ്ക്കാണ്. ചെറിയാളെ പിന്നെ വലിയ ടാസ്ക്കൊന്നുമില്ല, എന്നാലും വലിയ ആളാണ് വലിയ ടാസ്ക്. ഞാൻ വിചാരിക്കും ഒരു 6 വർഷമായല്ലോ അവൾ ഇതേ ടൈമിൽ പോകുന്നത്, എന്നാലും വിളിച്ചാൽ എന്താ എഴുന്നേക്കാത്തത്. എല്ലാ മക്കളും ഇങ്ങനെയായിരിക്കുമല്ലേ, നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും, അമ്മ വിളിച്ചാൽ എഴുന്നേക്കാത്ത അവസ്ഥ. കാരണം നമ്മൾക്ക് സ്കൂളിൽ പോകുന്ന ദിവസമാണല്ലോ കുറച്ചധികം നേരം കിടക്കാൻ തോന്നുന്നത്. അതേപോലെ വർക്കിന് പോകുന്ന ടൈമിൽ നമുക്ക് അധികം നേരം കിടക്കാൻ തോന്നില്ലേ. കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് എന്നും രാവിലെ 6 മണിക്ക് മക്കളെ നമ്മൾ വിളിച്ചുണർത്തും. നമുക്കൊരു ദിവസം ലീവിലെ സമയത്ത് നമ്മൾ കിടക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് കറക്റ്റ് 6 മണിയാകുമ്പോൾ ഇവരും നമ്മളെ വിളിച്ചുണർത്തില്ലേ. പിന്നെ ഉറങ്ങാനും പറ്റില്ല, ഇവർക്ക് ഫുഡാക്കി കൊടുക്കില്ല, അത് എന്ന് പറഞ്ഞ്. അപ്പോൾ ലീവ് ഉണ്ടായാലും നമ്മൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഒരുപോലെ തന്നെയാണല്ലേ, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാ കഥകൾക്കിടയിലൂടെ എൻ്റെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്തൊക്കെ ഇട്ട്, അപ്പോൾ കൂട്ടുകറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുന്നതാണ്. അപ്പോൾ ആ തേങ്ങയും കൂടെ വറുത്തിട്ടു. പിന്നെ ഞാൻ റെഡിയായി വന്നിട്ട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സാരി ഉടുക്കാമെന്ന് വെച്ചു. ഒരു കൊതി സാരി കണ്ടപ്പോൾ. അപ്പോൾ ഈ സാരി ഞാൻ 10 വർഷമായി തോന്നുന്നു സൂക്ഷിച്ച് വെച്ചിട്ട്. ഞാൻ മുന്നേ കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് സാരി കമ്പൽസറി ആയിരുന്നു പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത്. അപ്പം അന്നേരം ഫുൾ ഇതുപോലത്തെ സാരികൾ ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊതി. പിന്നെ ഈ ബ്ലൗസ് ഫുൾ കൈ ബ്ലൗസ് ഞാൻ മേടിച്ചതാട്ടോ. ഇതിൻ്റെ അല്ല, വേറെയാണ്. ഈ ബ്ലൗസ് തന്നെയാണ് ഓൾമോസ്റ്റ് ഞാൻ എല്ലാത്തിനും ഇടാറ്. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു ബ്ലൗസ് പല സാരി, അതാണ് എൻ്റെ സ്വഭാവം ഉള്ളത്. ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്യും എല്ലാത്തിനും വേണ്ടിയിട്ട്.
അപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാവർക്കും വേണ്ടി പാക്ക് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5, 6, 7 ലഞ്ച് ബോക്സ് ഉണ്ടാവും. അപ്പോൾ ചെറിയ ആൾ വന്നിട്ട് അവൾ അഭിപ്രായങ്ങൾ പറയും. അവൾക്ക് ഇങ്ങനെ മതിയമ്മേ, അങ്ങനെ മതിയമ്മേ. ഞാൻ അഭിപ്രായങ്ങൾ കേൾക്കും കേട്ടോ. കാരണം ഞാനല്ലല്ലോ കഴിക്കുന്നത്, അവരാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുത്താൽ ചെറിയ ആളൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല, വലിയ ആൾക്ക് എന്താണ് ഇഷ്ടക്കേടുകളായിരുന്ന പ്രായമാണല്ലോ. അപ്പം അവൾ രാവിലെ ആക്കി കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ അതുപോലെ ഈവനിങ്ങിൽ കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്ന കാണുമ്പോൾ ഞാൻ പറയും ഇനി ഫുഡാക്കി തരില്ല, നിങ്ങൾക്ക് എന്താ ഇത് വെജിറ്റബിൾ നിങ്ങൾക്ക് ആക്കിയത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരും. അപ്പം ഹസ്ബൻഡ് ലഞ്ച് ബോക്സ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 3 അതായത് കറിയും ഇതൊക്കെ ആയിട്ട്. പിന്നെ പിള്ളേരത് പാക്ക് ചെയ്യണം, പിന്നെ എൻ്റെത് പാക്ക് ചെയ്യണം. ഒക്കെ പണിയാട്ടോ. ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കൽ തന്നെയാണ് പരിപാടി ഉള്ളത്. പിന്നെ സ്നാക്സ് ബോക്സ് കൊടുത്തു വിടണം. 2 ആൾക്ക് സ്നാക്സ്, കുഞ്ഞിന് എക്സ്ട്രാ ഡേ കെയറിലേക്കുള്ള സ്നാക്സും കൂടെ കൊടുത്തു വിടണം. അതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ കയറിയാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഫ്രീ ആവുള്ളൂ കേട്ടോ. ഇതൊക്കെ കിറ്റിലെടുത്ത് വെക്കണം, ഒക്കെ എടുത്ത് പിന്നെ ടവലൊക്കെ ഇതാക്കിയിട്ട് തന്നെ ഇതാ വെള്ളം. ഞാൻ പിന്നെ വെള്ളം ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കുടിക്കാനോ അല്ല ഞാൻ പുറത്തുനിന്ന് കഴിക്കാനോ ഒന്നും പറയാറില്ല. കാരണം എന്താ വെച്ചാൽ പല അസുഖങ്ങളില്ലല്ലോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇതാ കിറ്റ് ഒക്കെ എടുത്ത് വെക്കാട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ് ഇല്ലാത്ത കാലം. കുറേ കാലം ഞങ്ങൾ സ്കൂൾ പോകാൻ എഴുന്നേറ്റു, പിന്നെ രാവിലെയൊക്കെ പഠിക്കാൻ എഴുന്നേറ്റു, പിന്നെ ജോലി ആയപ്പോൾ ജോലിക്ക് പോകാൻ എഴുന്നേറ്റു, പിന്നെ മക്കളായപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കൽ. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ലൈഫ്. അപ്പം ഇതാ മക്കളെ ടാറ്റ ബേബി പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ ഞാനും ഇറങ്ങി. അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇതാ ശം എങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ അറ്റൻഡൻസ് ഇടണം കേട്ടോ. അതായത് ഓരോ പിന്നെ കയറുന്ന സമയത്തും അറ്റൻഡൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ അറ്റൻഡൻസ് ഇടുന്ന പരിപാടി ആയിട്ടോ ഉള്ളത്. പക്ഷേ എൻ്റെ കൈ മറിയിട്ട് അറ്റൻഡൻസ് ഇടുന്ന കാണുന്നില്ലല്ലോ. ഇത് 10 മണീൻ്റെ അറ്റൻഡൻസ്, മറ്റേത് 8 മണീൻ്റെ അറ്റൻഡൻസ്. അങ്ങനെ ഓരോ ടൈമിലാട്ടോ നമുക്ക് അറ്റൻഡൻസ് ഇടേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.